ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. തനിയെ ഇതൊക്കെയുമുണ്ട്, തമ്മിൽ ഓരോ ഇനം ഇതരങ്ങളിലില്ല ഇപ്രകാരം. തനു മുതലായത് സത്വമല്ല, ഓർത്താൽ അമൃതവുമല്ല, അത് അവാച്യമായിടുന്നു. പ്രപഞ്ചത്തിലെ നാനാതരത്തിലുള്ള വസ്തുക്കളെ ഓരോന്നോരോന്നായി പരിശോധിച്ച് നോക്കിയാൽ അവ ഉള്ളത് തന്നെയാണ്. ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ഞാനുണ്ട്, നീയുണ്ട്, മേശയുണ്ട്, കസേരയുണ്ട്. ഇവയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കവയെ അനുഭവിക്കാൻ ആകുന്നുമുണ്ട്. ഇന്ദ്രിയങ്ങളാൽ തിരിച്ചറിയാം. എന്നാൽ ഇവയിലൊന്നും മറ്റൊന്നില്ല. ഭൂമിയിൽ ഭൂമി മാത്രമേയുള്ളൂ, സൂര്യനില്ല. സൂര്യനിൽ ഭൂമിയും ഇല്ല. സൂര്യൻ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല, കുറെ കാലം കഴിഞ്ഞാൽ ഇല്ലാതാകുകയും ചെയ്യും. ഓരോ വസ്തുവും അങ്ങനെയാണ്. മാത്രമല്ല, അവയിലൊന്നും മറ്റൊന്നിന് നിലനിൽക്കാനും ആകില്ല. എല്ലാത്തിലും നിലനിൽക്കാൻ ആകുന്നതാണ് സത്യം, ഉണ്മ. ഒന്നിൽ മാത്രം നിലനിൽക്കാനാകുന്നത് ഉണ്മയല്ല. മേശയിൽ കസേരയെ കാണാൻ പറ്റില്ല, കസേരയിൽ മേശയും കാണില്ല. ആദ്യം ഇവയെല്ലാം ഉള്ളതാണ് എന്ന് കണ്ടു, പിന്നീട് ഇവ ഉള്ളതല്ല എന്നും കണ്ടു. ശരീരവും ഇതുപോലെ തന്നെ. ശരീരം ഉള്ളതാണ്. ഈ ശരീരത്തിന് മറ്റൊരു ശരീരത്തിൽ നിലനിൽക്കാനാകുമോ? ഇല്ല. അപ്പോൾ ശരീരം ഉണ്മയല്ലാതാകുന്നു. ആത്മാവിന് മാത്രമാണ് ഒരേ സമയം എല്ലാത്തിലും കുടികൊള്ളാനാകൂ. അതിനാൽ ആത്മാവ് സത്യമാണ്. മറ്റുള്ളവയെല്ലാം ഉള്ളവയുമാണ്, ഇല്ലാത്തവയുമാണ്. എത്ര വിരോധാഭാസം അല്ലേ? അത് സത്യവുമല്ല, മിഥ്യയുമല്ല. ഉണ്ടെന്നത് നമ്മുടെ പ്രാപഞ്ചിക അനുഭവം, എന്നാൽ ഇല്ലാത്തത് എന്ന് തിരിച്ചറിവിൻ്റെ അനുഭവം. അതിനാൽ ഈ അനുഭവത്തിൻ്റെ നിജസ്ഥിതി അവാച്യമാണ്. അത് പറഞ്ഞ് അറിയിക്കാൻ ആകാത്തതാണ്. ശരിയായ ജ്ഞാനപ്രകാശത്തിൽ മാത്രം വെളിപ്പെടുന്ന ഒന്നാണിത് എന്ന് ഗുരു പറഞ്ഞു തരുന്നു.